ഇസ്രയേലിലേക്ക് വീണ്ടും ഇറാനിൽ നിന്നും മിസൈൽ ആക്രമണം. ഇസ്രയേലുമായുള്ള യുദ്ധം തുടങ്ങിയെന്നും കരുത്തോടെ നിന്ന് ഇസ്രയേലിനെ നശിപ്പിച്ചു കളയാനും അയത്തുള്ള ഖൊമേനി ഇറാൻ സൈനികരോട് ആവശ്യപ്പെട്ടു. നമ്മൾ ശരിക്കുള്ള യുദ്ധം തുടങ്ങി. ഇസ്രയേലിനോട് ഒരു ദയയും കാണിക്കാതെ ആക്രമിക്കണം. അവരോടും ജൂതരോടും ദയ കാണിക്കരുത്. ഇത് അവസാന യുദ്ധമായി കാണുകയും വിജയിക്കുകയും വേണമെന്നും ഖൊമേനിയുടെ പ്രസ്താവന. ബുധനാഴ്ച പുലർച്ചെ ഇറാൻ ഇസ്രയേലിന് നേരെ 2 ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ നടത്തി. ഇറാനിയൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി യുദ്ധം ആരംഭിച്ചു എന്ന് പ്രഖ്യാപിക്കുകയും ഇസ്രയേലികളോട് ദയ കാണിക്കരുത് എന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. പുലർച്ചെ 12:40 തൊട്ടു പിന്നാലെ ഇസ്രയേലിന്റെ വലിയൊരു ഭാഗത്ത് സൈറണുകൾ മുഴക്കാൻ തുടങ്ങിയ ആദ്യ ആക്രമണത്തിൽ 15ഓളം പ്രൊജക്ടൈലുകൾ ഉൾപ്പെടുന്നു. ഏകദേശം 40 മിനിറ്റിന് ശേഷം 10 റോക്കറ്റുകളുടെ അടുത്ത ആക്രമണം ആരംഭിച്ചു. ഇത് മധ്യ ഇസ്രയേലി സമൂഹങ്ങളിലും നിരവധി വെസ്റ്റ് ബാങ്കിലെ ജനവാസ കേന്ദ്രങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകാൻ ഇടയായി. ആക്രമണങ്ങൾക്ക് ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് ഇസ്രയേൽ പ്രതിരോധ സേന മിസൈൽ ആക്രമണത്തെക്കുറിച്ച് താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകുകയും അവരോട് അഭയം തേടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അലർട്ടുകൾ പുറപ്പെടുവിച്ചു. ഓരോ ആക്രമണത്തിനും ശേഷം ബോംബ് ഷെൽട്ടറുകൾ വിടുന്നത് ഇപ്പോൾ സുരക്ഷിതമാണെന്ന് IDF ഇസ്രയേലികളോട് അറിയിച്ചു. തുടർച്ചയായ ആക്രമണങ്ങളിൽ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മധ്യ ഇസ്രയേലിലെ ഒരു പാർക്കിംഗ് സ്ഥലത്ത് തീപിടുത്തത്തിന് കാരണമായി. നിരവധി കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. തീപിടുത്തം നേരിട്ടുള്ള ആഘാതത്തിന്റെ ഫലമാണോ അതോ ഒരു തടസ്സപ്പെടുത്തലിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ മൂലമാണോ എന്ന് വ്യക്തമല്ല. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് പിന്നീട് ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചതായി അവകാശപ്പെട്ടു. ഫത്താഹ് 1 മിസൈലുകൾ ഉപയോഗിച്ചുള്ള അഭിമാനകരമായ ഓപ്പറേഷൻ ഓണസ്റ്റ് പ്രോമിസ് 3യുടെ 11ാം തരംഗം നടപ്പിലാക്കിയതായി സ്റ്റേറ്റ് ടെലിവിഷൻ നടത്തിയ പ്രസ്താവനയിൽ IRGC പറഞ്ഞു. ഇറാനിയൻ സൈന്യം അധിനിവേശ പ്രദേശങ്ങളുടെ ആകാശത്തിന്മേൽ പൂർണ്ണ നിയന്ത്രണം നേടിയിരിക്കുന്നു എന്ന് അവകാശപ്പെടുകയാണ്. 2025 ജൂൺ 18 ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിനിടെ ഇസ്രയേലിന് മുകളിലുള്ള ആകാശത്ത് മിസൈൽ വിരുദ്ധ ഇന്റർസെപ്റ്ററുകൾ കാണാൻ സാധിക്കും. ഡ്രോൺ നുഴഞ്ഞുകയറ്റം സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാവുകടലിന് ചുറ്റും രാത്രിയിൽ മുന്നറിയിപ്പ് സൈറണുകൾ സജീവമായിരുന്നു. താമസിയാതെ IDF സംഭവം അവസാനിച്ചു എന്ന് വിശദീകരിക്കാതെ പറഞ്ഞു. ചൊവ്വാഴ്ച മുഴുവൻ നിരവധി ചെറിയ ആക്രമണങ്ങൾ നടന്നു. അതിനുശേഷം രാത്രിയിലെ മിസൈൽ വിക്ഷേപണങ്ങൾ നടന്നു. ഇസ്രയേലി ആക്രമണങ്ങളിലൂടെ ഇറാന്റെ കഴിവുകൾ തകർന്നതിനാൽ ആക്രമണങ്ങളുടെ വ്യാപ്തി കുറയുന്നു എന്നാണ് IDF വിശ്വസിച്ചത്. ഭീകര സയനിസ്റ്റ് ഭരണകൂടത്തിന് ശക്തമായ മറുപടി നൽകണം. ബുധനാഴ്ച പുലർച്ചെ 2ാമത്തെ മിസൈൽ ആക്രമണത്തിന് ശേഷവും ഖമേനി തന്റെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള X അക്കൗണ്ടിൽ എഴുതി, സയനിസ്റ്റുകളോട് ഞങ്ങൾ ഒരു ദയയും കാണിക്കില്ല, യുദ്ധം ആരംഭിക്കുന്നു എന്ന് പ്രസ്താവിക്കുകയും ഖൈബറിലേക്ക് മടങ്ങി വരുമെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ഫാർസിയിൽ ഒരു ഷിയ പ്രമേയമുള്ള പോസ്റ്റും ഖമേനി പുറത്തിറക്കി. 7ാം നൂറ്റാണ്ടിൽ മുസ്ലിം സേന ജൂത നിവാസികളെ കീഴടക്കിയ ഒരു പട്ടണത്തെ പരാമർശിച്ചുകൊണ്ട് ആ പോസ്റ്റിൽ കൊട്ടാരം പോലുള്ള ഒരു കവാടത്തിലേക്ക് വാളുമായി പ്രവേശിക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രവും അതിനു മുകളിൽ ആകാശത്ത് തീജ്വാലകൾ ഉയരുന്നതും ഉണ്ടായിരുന്നു. അതേസമയം ടെഹ്റാനിലെ ഡിസ്ട്രിക്ട് 18ലെ താമസക്കാർക്ക് പ്രദേശം വിട്ടുപോകാൻ ബുധനാഴ്ച IDF ഒരു ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇസ്രയേൽ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് പ്രദേശത്ത് നടപടി എടുക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. താമസിയാതെ ഇസ്രയേൽ വ്യോമസേന ഇറാനിയൻ തലസ്ഥാനത്ത് പുതിയൊരു ആക്രമണ തരംഗം ആരംഭിച്ചുവെന്ന് പ്രഖ്യാപിച്ചു. കൂടുതൽ വിശദാംശങ്ങൾ ടെഹ്റാനിൽ നടന്ന ആക്രമണങ്ങൾക്കൊപ്പം തലസ്ഥാനത്തിനടുത്തുള്ള ഖോജർ മിസൈൽ ഉൽപാദന കേന്ദ്രത്തിലും ഇസ്രയേൽ മുമ്പ് ഒരു സെൻട്രിഫ്യൂജ് ഫാക്ടറി ലക്ഷ്യമിട്ടിരുന്ന കരാച്ച് നഗരത്തിലും സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാനിയൻ വാർത്താ വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്തു. യുദ്ധം 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറാനിയൻ ആണവ പദ്ധതിയുടെയും ബാലിസ്റ്റിക് മിസൈൽ ശേഷികളുടെയും അസ്തിത്വ ഭീഷണി നീക്കം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രയേൽ ഇറാനിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഇറാന്റെ ഉന്നത സൈനിക നേതാക്കൾ, ആണവ ശാസ്ത്രജ്ഞർ, യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി എന്നിവയ്ക്കെതിരായ വ്യാപകമായ ആക്രമണം തങ്ങളുടെ ദീർഘകാല എതിരാളി ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് അടുക്കുന്നത് തടയാൻ അത്യാവശ്യമാണ് എന്നാണ് ഇസ്രയേലിന്റെ പക്ഷം. വെള്ളിയാഴ്ച പ്രചാരണത്തിന്റെ തുടക്കത്തിൽ സാഹചര്യം ജൂതരാഷ്ട്രത്തിന് ഉടനടി അസ്തിത്വ ഭീഷണിയായി മാറിയെന്നും അവർ പറഞ്ഞു. 370-ലധികം മിസൈലുകളും 100 കണക്കിന് ഡ്രോണുകളും ഇസ്രയേലിലേക്ക് വിക്ഷേപിച്ചുകൊണ്ട് ഇറാൻ തിരിച്ചടിക്കുകയായിരുന്നു. ഇതുവരെ ഇസ്രയേലിൽ 24 പേർ കൊല്ലപ്പെടുകയും 500-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിലെ ഇസ്രയേലി ആക്രമണങ്ങളിൽ കുറഞ്ഞത് 224 പേരെങ്കിലും കൊല്ലപ്പെട്ടതായി ഇറാൻ ഉദ്യോഗസ്ഥരും സ്ഥിരീകരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.